ഇന്ന് രാത്രിയിൽ നമുക്കിത്രയും ക്ഷേമത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ ദൈവം സാവകാശം നൽകിയത് വളരെ വിനയത്തോടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദേശം അപ്രതീക്ഷിതമായ അനർത്ഥങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നത്. എത്ര പെട്ടെന്ന് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരാം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടിയായിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കൂടുതൽ സൂക്ഷ്മതയോടെ ഒരുങ്ങാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഓരോ ദിവസവും ഒരുക്കത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്ന ചിന്തയാണ് എന്നെ പ്രധാനമായിട്ടും ഭരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയബന്ധത്തിലും വിശ്വസ്തയോടുകൂടി ജീവിക്കാനുള്ളതായ സമയം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്നുള്ളത് കൊണ്ട് എവിടെയൊക്കെ അവിശ്വസ്തകൾ വന്നിട്ടുണ്ടോ അതെല്ലാം ക്രമപ്പെടുത്തി വളരെ ഒരുക്കത്തോടെ ഓരോ ദിവസവും ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വസ്ത സാക്ഷിയായ സഭാകാന്തനെക്കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച് വരികയായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത ബാധിക്കേണ്ട 4 സുപ്രധാനമായ തലങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു. പല ക്ലാസ്സുകളിൽ ഞാനത് ആവർത്തിക്കാറുണ്ട്, ആവർത്തിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നാം അതിൽ 4-ാമത്തെ കാര്യമാണ് ചിന്തിച്ച് വരുന്നത്. നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന സമ്പത്ത് വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് കഴിയണം എന്നുള്ളത് നാം ചിന്തിച്ച് വരികയായിരുന്നു. സമ്പത്ത് വളരെ കുറച്ച് സമയമേ നമ്മുടെ കയ്യിൽ ഇരിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യവിചാരകത്വം വിശ്വസ്തമായി നിർവഹിക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാനൊരു 4 തലങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഓർപ്പിക്കുകയുണ്ടായി. നമ്മുടെ വരുമാനത്തിൽ അത് വിശ്വസ്തത സൂക്ഷിക്കാൻ കഴിയണം. അശുദ്ധമായ പണം നമ്മുടെ കയ്യിൽ വരുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. പണം ചെലവാക്കുന്നതിൽ വിശ്വസ്തത സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാനിടയായിട്ട് തീർന്നു. ആദ്യ ഭാഗം കർത്താവിനായിട്ട് വേർതിരിച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ സമ്പത്ത് ഏൽപ്പിച്ച കർത്താവിനോട് വിശ്വസ്തരായിരിക്കേണ്ട കാര്യം നമ്മൾ ഓർക്കാനിടയായിട്ട് തീർന്നു. അതിൻ്റെ വിശദാംശങ്ങളിലുമൊക്കെ നമുക്ക് തെറ്റുപറ്റാനുള്ള വലിയ സാധ്യതയുണ്ട്. തെറ്റാതെ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വ്യാപകമായി സാമ്പത്തിക മേഖലയിൽ അവിശ്വസ്തത വരുന്ന വായ്പയുടെയും കടത്തിൻ്റെയും ഒക്കെ മേഖലയിൽ വിശ്വസ്തത സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒടുവിലായി ചിന്തിച്ച് നിർത്തിയത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഈ പാഠം ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാനിതല്പം വിശദമായി പറഞ്ഞപ്പോൾ അതും കൂടെ പറയാനുള്ളതായ ആവശ്യകത ഉണ്ടല്ലോ. കർത്താവ് തരുന്ന പണം ആഡംബരത്തിനായി ചിലവാക്കുന്നത്
അവിശ്വസ്തതയാണ്. ലോകം സാധാരണ അങ്ങനെ ഈ കാര്യം ചിന്തിക്കാറില്ല. പരമാവധി ആഡംബരമാണ്. അത് ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട വഴിയായിട്ട് ലോകം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. എന്നാൽ ദൈവമക്കളായ നമുക്ക് വളരെ വ്യത്യസ്തമായൊരു വീക്ഷണമാണ് ഈ ബന്ധത്തിൽ ആവശ്യമായിരിക്കുന്നത് എന്നുള്ളതായ കാര്യം നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഞാൻ വളരെ ചുരുക്കം വാക്കുകൾ മാത്രം ആ ബന്ധത്തിൽ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം തന്നെ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മർമ്മം മഹ്ദിയാം ബാബിലോണിൻ്റെ പാപത്തെക്കുറിച്ചുള്ളതായ വളരെ സവിസ്തരമായ വിശദീകരണം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനി വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമായിട്ടും കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആഡംബരത്തിനെതിരെയുള്ളതായ അതിശക്തമായൊരു സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളതാണെങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ മർമ്മം മഹ്ദിയാം ബാബിലോണിൻ്റെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം ഒന്നങ്ങ് വായിച്ചു പോകാം. 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. മതി. അപ്പോൾ അവിടെ മർമ്മം മഹ്ദിയാം ബാബിലോണിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീയോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് അവൾ എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരളവ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പൊളച്ചെടുത്തോളം. അപ്പോൾ നമ്മളവിടെ കാണുന്നതായൊരു കാര്യം ഇനി വരാൻ പോകുന്ന സംഭവമാണ്. വളരെ കഠിനമായ ശിക്ഷാക്രമത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അതിൻ്റെ പിമ്പിലുള്ള പാപത്തിൻ്റെ വിധ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് നമ്മൾ കാണുകയാണ്. വേദപുസ്തകം ഈ സത്യം വളരെ ഗൗരവമായി പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 2 സംഭവങ്ങൾ, 2 ചരിത്ര സംഭവങ്ങൾ ഈ സത്യത്തിൻ്റെ വിശദീകരണമാണ്. അതേതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 6ഉം 7ഉം അധ്യായങ്ങളിൽ കാണുന്ന ജലപ്രളയം പാപത്തിൻ്റെ മേൽ നീതിമാനായ ദൈവം നടത്തിയ ശിക്ഷയുടെ വിശദീകരണമാണ്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത സംഭവം ഏതാണ്? ഉൽപ്പത്തി പുസ്തകത്തിലെ 2ാമത്തെ സംഭവം ഏതാണ്? സോദോം ഗൊമോരയുടെ ദഹനം എന്നുള്ളത് ആ ദേശത്തിൻ്റെ പാപത്തിൻ്റെ മേൽ ദൈവം നടത്തിയ ദൈവനീതിയാണ്. അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടുത്തെ ഒരു വാക്ക് ഞാൻ പലപ്പോഴും ഭയത്തോടെ ഓർക്കാറുണ്ട്. അവിടെ ദൈവം ഈ സ്വർഗത്തിലെത്തിയ നിലവിളി ശരിയാണോ എന്ന് അന്വേഷിക്കാനായിട്ട് വരികയാണ്. അന്വേഷിക്കാനായിട്ട് സോദോമിൽ എത്തിച്ചേരുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്ന് വന്ന ആളുകൾ പാർത്തത് ആരുടെ വീട്ടിലാണ്? ലോത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നോക്കാൻ വന്നത് ഈ നിലവിളി അനുസരിച്ച് ശരിയാണോ എന്ന് നോക്കാനായിട്ടാണ് വന്നത്. നോക്കാനൊന്നും പോകേണ്ടി വന്നില്ല. അന്ന് രാത്രി അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി ഇവർ ആബാലവൃത്തം വളരെ പാപത്തിൻ്റെ വഴിയിലാണ് എന്നുള്ളത് സ്വർഗം ഉറപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവിടെ നമുക്കൊരു ഭയനിർദ്ദേശമുണ്ട്. ദൈവം ഒരു ശിക്ഷാക്രമം നടത്തുമ്പോൾ ഊഹാഭോഗത്തിൽ അത് ചെയ്യുകയില്ല. നമുക്കറിയാം ദൈവത്തിന് ഇത് അറിയാനായിട്ട് അത് വന്ന് പരിശോധിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അല്ലാതെ തന്നെ ദൈവത്തിന് ആ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. പക്ഷേ
അതങ്ങനെ തന്നെയാണോ എന്നുള്ളത് വന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി വളരെ കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്കുള്ളൊരു ഭയനിർദ്ദേശമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെയും ആ നിലയിൽ വളരെ ഭയത്തോടെ, ഇങ്ങനെയൊരു പ്രയോഗമുണ്ടല്ലോ, ഭയത്തോടെ പ്രവാസകാലം കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ഭയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തുവാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ രണ്ട് സംഭവങ്ങൾ പത്രോസ് അപ്പോസ്തലൻ 2-ാം ലേഖനം എഴുതുമ്പോൾ വിശദമായിട്ടല്ലെങ്കിലും പരാമർശിക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചതാണ് എന്നുള്ളതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്നതായ ദൈവിക സന്ദർശനത്തോടുള്ള ബന്ധത്തിനും അതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുക. അപ്പോൾ അവിടെ ഒരു മനോഹരമായൊരു വാക്കുണ്ട്, അതിലൊരു ദൂതുമുണ്ട്. ഈ ചരിത്ര സംഭവങ്ങളുമൊക്കെ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് മനുഷ്യർ മറന്നു കളയുകയാണ്. അതിനൊരു വിശേഷണമുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് മനസ്സോടെ മറന്നു കളയുകയാണ്. അപ്പോൾ അവർ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ദൈവം അങ്ങനെ ഇടപെടുന്നവനാണ് എന്നുള്ളതും മനസ്സോടെ മറന്നു കളയുകയാണ്. എന്താ മനസ്സോടെ മറന്നു കളയാനതിൻ്റെ കാരണം? അത് ഓർക്കാൻ അവർക്ക് വിഷമമാണ്. ഓർക്കുമ്പോൾ പാപത്തിൻ്റെ ഉല്ലാസം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് മനഃപൂർവ്വം മനസ്സോടെ മറന്നു കളഞ്ഞ് പാപത്തിൽ തുടരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൽ തുടരുമ്പോൾ ഇങ്ങനെയൊരു വലിയ കുഴപ്പമുണ്ട്. നമ്മൾ ദൈവം പാപത്തിന്മേൽ നടത്തിയിട്ടുള്ളതായ ശിക്ഷയുടെ ഗൗരവം നമ്മൾ മനസ്സോടെ മറന്നു കളയാനുള്ളതായ സാധ്യതയുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ടത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി മർമ്മം മഹദിയാം ബാബിലോണിൻ്റെ മേലുള്ള ശിക്ഷ വരുമ്പോഴും അത് വളരെ കൃത്യമാണ്. അത് അവർ ചെയ്ത പാപത്തിൻ്റെ ഏറ്റവും ശരിയായ അളവിനൊത്തവണ്ണമാണ് എന്നുള്ളതായ കാര്യം ഈ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ഞാൻ സാധാരണ ഈ വാക്യം വായിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ കൂടി പറയാറുണ്ട്. അവിടെ ഒരു അർത്ഥവ്യക്തതയുണ്ട്. ഇൻ ദ മെഷർ ദാറ്റ് ഷീ ഗ്ലോറിഫൈഡ് ഹെർസെൽഫ് ആൻഡ് ലിവ്ഡ് ലക്ഷൂറിയസ്ലി ഇൻ ദ സെയിം മെഷർ ഗീവ് ഹെർ ടോർമെൻറ്റ് ആൻഡ് സോറോ എന്നാണ് നമ്മൾ കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുന്നത്. അപ്പോൾ അതവിടെ വാക്ക് ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചയിടത്തോളം എന്നാണ് നമ്മുടെ മലയാള പരിഭാഷയിൽ. പക്ഷേ ഇവിടെ വായിക്കുന്നത് ഏതളവിലാണോ അവൾ ആഡംബരത്തിൽ പാപത്തിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്, അതേ അളവിൽ അവൾക്ക് പീഡയും ശിക്ഷയും കൊടുപ്പിൻ എന്നാണ് സ്വർഗത്തിൻ്റെ നീതി പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനിവിടെ ഒരു കാര്യമൊന്നും പറയാൻ വേണ്ടിയാണ് അതെടുത്ത് പറഞ്ഞത്. ആഡംബരം അതിൽ തന്നെ പാപമാണ് എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കാണുകയാണ്. പക്ഷേ ആഡംബരത്തിന് വേണ്ടിയുള്ള മത്സരം ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത കൂടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വചനം പറയുമ്പോൾ വിശ്വസ്ത സാക്ഷിയായ കർത്താവിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത് വിശ്വസ്തമായി പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങളിന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ച അധ്യായത്തിൽ മോശ തന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് തരും എന്നുള്ള വാഗ്ദത്തം ആവർത്തന പുസ്തകത്തിൽ കൊടുക്കുന്നത് ഞങ്ങളിന്ന് രാവിലെ വായിക്കാനിടയായിട്ട് തീർന്നു. എന്നിട്ട് ആ പ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകൻ്റെ വായിൽ ദൈവം തൻ്റെ വചനം നൽകും എന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് ഒരു പ്രവചനമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ എല്ലാ വാക്കുകളും ആര് കൊടുത്തതാണ്? പിതാവ് കൊടുത്തതാണ്. അതുകൊണ്ട് കർത്താവ് അത് യോഹന്നാൻ 17 പറയുന്നുണ്ട്, പിതാവേ നീ എനിക്ക് തന്നത് ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ പറയാനായിട്ട് കൊടുത്ത കാര്യമാണ് കർത്താവ് പറയാനിടയായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് കർത്താവിന് വിശ്വസ്ത സാക്ഷി എന്ന് പറയുന്നതിൻ്റെ
ഒരു കാരണം എന്ത് കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശ്വസ്തമായിട്ടാണ് കർത്താവ് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് ഈ പരീശന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ മൂർച്ചയേറിയ വാക്കുകളാണ് കർത്താവ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ദൈവവചനം പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. നമ്മളും അപ്പോൾ ആരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. വചനം സൂക്ഷിക്കുന്നതിൽ മാത്രമല്ല, വചനം ശുശ്രൂഷിക്കുന്നതിലും വിശ്വസ്തത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ഞാൻ മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ മർമ്മം മഹദിയാം ബാബിലോണിൻ്റെ പാപം ദൈവമക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്നതായൊരു കാര്യമാണ്. കാരണം സഭ കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടും. അത് മഹോപദ്രവത്തിന് മുമ്പായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം 18-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിലുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് മാത്രം പോകാം. വെളിപ്പാട് 18-ൻ്റെ 4-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഈ സന്ദേശം ആർക്കാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ആർക്കാണ്? എൻ്റെ ജനമായുള്ളവരെ. അപ്പോൾ ഈ മഹോപദ്രവകാലത്തും ദൈവത്തിന് ഉള്ളൊരു ജനം അതിൻ്റെ നടുവിൽ ഉണ്ട്. ഇസ്രയേലിലെ വിശുദ്ധന്മാർ ആണ് നമുക്കവിടെ പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് ദൈവം പറയുന്ന ഈ വാക്കൊരു മനോഹരമായ വാക്കാണ്, എൻ്റെ ജനമായുള്ളവരെ. അപ്പോൾ ഈ പീഡയുടെ നടുവിലും അവർ വളരെ സൂക്ഷ്മതയോടെ വില കൊടുത്ത് ഈ പാപത്തിൽ പങ്കാളികളാകാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൂക്ഷിക്കേണ്ട ഒരു വ്യവസ്ഥയും അവിടെയുണ്ട്. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ. അപ്പോൾ ഈ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പിന്നെയോ പാപത്തിന് കൂട്ടാളികളാകാനായിട്ട് പാടില്ല. വളരെ പ്രസിദ്ധമായൊരു വാക്യമുണ്ടല്ലോ, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അത് ചെയ്യരുതെന്ന് മാത്രമല്ല, ചെയ്യരുതെന്നുള്ളത് വളരെ പ്രധാനം, ചെയ്യാതിരുന്ന മാത്രം പോരാ, കൂട്ടാളികളാകാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. അതുകൊണ്ട് പാപത്തോട് കർക്കശമായിട്ടുള്ള വേർപാട് സൂക്ഷിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. വേർപാടിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് പാപത്തോട് വേർപാട് സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ വിശദീകരണം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അശുദ്ധമായതൊന്നും തൊടരുത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ളതായ വേർപാട് പുലർത്തണം. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, തൊടാതിരുന്നാൽ മാത്രം പോരാ, പിന്നെ തൊട്ടുപോകാൻ സാധ്യതയുള്ള അകലത്തിൽ അടുപ്പത്തിൽ ഇരിക്കാനായിട്ട് പാടില്ല. തൊട്ടുപോകാൻ സാധ്യതയുള്ള അടുപ്പത്തിലിരുന്നാൽ ചിലപ്പോൾ അറിയാതെ തൊട്ടുപോകാനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായ അകലം പാപത്തോട് സൂക്ഷിക്കണം എന്നുള്ളതായ കാര്യം ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും ഞാൻ കൂടെ പറയാറൊരു ഇല്ലസ്ട്രേഷനുണ്ട്. സാധാരണ വലിയ വണ്ടികളുടെ പുറകിലൊക്കെ എഴുതി വെക്കാറുണ്ട്, കീപ് ഡിസ്റ്റൻസ്. ചില വണ്ടികളിൽ ഒരു വാക്കുകൂടി ചേർത്ത് എഴുതും, കീപ് യുവർ ഡിസ്റ്റൻസ്. നിങ്ങളുടെ അകലം നിങ്ങൾ സൂക്ഷിച്ചോണം. കാര്യം മുട്ടാതിരുന്നാൽ മതി, പക്ഷേ
അകലം സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധത്തിൽ മുട്ടിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ പാപത്തിൽ നിന്ന് വേർപാട് സൂക്ഷിച്ചുള്ള ഭക്തന്മാർ സുരക്ഷിതമായ അകലം സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയം മാറിപ്പോകുന്നൊരു ഭയം എങ്കിലും ഒന്ന് പറയുകയാണ്. യോസേപ്പ് ഒരു വലിയ പരീക്ഷയുടെ അകപ്പെട്ടത് ഉൽപ്പത്തി 39 ഉണ്ട്. അപ്പം അതിൽ ഒരു വാക്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അവളുടെ അടുക്കൽ ഇരിക്കാൻ പോലും യോസേപ്പ് കൂട്ടാക്കിയില്ല. ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ല, പക്ഷേ യോസേപ്പ് സുരക്ഷിതമായ അകലം സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ വാക്യം പറയുമ്പോൾ ഓർപ്പിക്കട്ടെ, പാപങ്ങളിൽ കൂട്ടാളികളാകാതെ സുരക്ഷിതമായ അകലം സൂക്ഷിക്കാനുള്ള വലിയ ആവശ്യകതയുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന കാര്യം, കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവൻ. അപ്പോൾ പാപങ്ങളിൽ കൂട്ടാളികളായാൽ പിന്നെ എന്തും കൂടെ വേണ്ടി വരും? ആ ബാധകളിൽ ഓഹരിക്കാരാകേണ്ടതായിട്ട് വരും. അപ്പോൾ മർമ്മം മഹദിയാം ബാബിലോണിൻ്റെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ദൈവജനത്തിന് കൊടുക്കുന്ന ശക്തമായ പ്രബോധനമാണിത്. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവൻ. പാപങ്ങളിൽ കൂട്ടാളികളായിട്ട് പിന്നെ ദൈവമേ എൻ്റെ ബാധയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ അത് ദൈവനീതി സമ്മതിക്കില്ല. അത് വളരെ ഗൗരവമായിട്ടുള്ളതായ കാര്യമാണ്. പാപത്തിൽ കൂട്ടാളികളായോ, അടുത്ത കാര്യം ഉറപ്പാണ്, ബാധകളിൽ ഓഹരിക്കാരാകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് ഭയത്തോടെ സൂക്ഷിക്കേണ്ടുന്നതായ കാര്യമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. സാധാരണ പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചും അതിൻ്റെ സന്തോഷത്തെക്കുറിച്ചും, പാപത്തിനൊരു സന്തോഷമുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ചേർത്ത് പറയുമ്പോൾ സാധാരണ ഒരു വാചകം പറയാറുണ്ട്, ദ പ്ലഷർ ഓഫ് സിൻ ആൻഡ് ദ പ്ലേഗ് ഓഫ് സിൻ ആർ ഇൻ ദ സെയിം പാക്കേജ്. പാപത്തിൻ്റെ സന്തോഷവും പാപത്തിൻ്റെ ദോഷവും ഒറ്റ പാക്കേജിലേ വാങ്ങാനായിട്ട് കിട്ടുകയുള്ളൂ. ഇത് രണ്ടും കൂടെ തിരിച്ചു വാങ്ങാൻ പറ്റുകയില്ല. അങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ, ഒരു പാക്കറ്റ് രണ്ട് സാധനത്തിൻ്റെ വില കൊടുത്താൽ 3 ഒരു പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് തിരിച്ചു വാങ്ങാൻ പറ്റുകയില്ല, അത് ഒരുമിച്ചേ വാങ്ങാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഞാനത് ഓർക്കാറുണ്ട്. പാപത്തിൻ്റെ ഉല്ലാസവും പാപത്തിൻ്റെ ശിക്ഷയും ഒരുമിച്ചേ വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ വാക്യത്തിൽ നിന്ന് ഭയത്തോടു കൂടി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, പാപത്തെ വിട്ടുപോരുവാൻ, വേർപാട് പാലിക്കാനായിട്ട് ആവശ്യകതയുണ്ട്. മർമ്മം മഹദിയാം ബാബിലോണിൻ്റെ പല പാപങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഈ വാക്യത്തിൽ പറയുന്നത്, അവൾ ആഡംബരത്തിൽ പുളച്ച അളവിലാണ് പീഡയും ദുഃഖവും നൽകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇതാണ്, കർത്താവ് ഏൽപ്പിക്കുന്ന സമ്പത്തിൻ്റെ ഗ്രഹവിചാരകത്വമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണം ചെലവിടുമ്പോൾ ആഡംബരത്തിനായിട്ട് ചെലവിടാൻ പാടില്ല. അത്യാവശ്യത്തിനും ആവശ്യത്തിനുമേ ഉപയോഗിക്കുവാൻ അനുവാദമുള്ളൂ. ഇതൊക്കെ വളരെ വിശദമായിട്ടൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാലും ആ സൂചന ഒന്ന് ആവർത്തിച്ച് പോവുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പുതിയ നിയമത്തിൽ പരിചയമുള്ള 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് മാത്രം പോകാം, വിശദീകരണം പറയേണ്ടെന്ന് കരുതുകയാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം തന്നെ ഒരു കാർഷിക ഭാഷയിൽ അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും.
ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ വിതയും കൊയ്ത്തു എന്ന് പറയുന്നത് ഒരു കാർഷിക പശ്ചാത്തലത്തിലുള്ള വാക്കുകളാണ്. അപ്പോൾ അവിടെ പറയുന്നതിന് വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നിട്ട് പിന്നെ എല്ലാം വിതാന്നും കൂടെ പറയുക. നെല്ലൊന്നും വിതയ്ക്കുന്ന കാര്യമല്ല പറയുന്നത്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. നല്ല വിതയുണ്ട്. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ഞാൻ ഒത്തിരി വിശദീകരിക്കാനായിട്ട് ഈ ക്ലാസ്സിൽ ശ്രമിക്കുന്നില്ല. അപ്പോൾ വിതയ്ക്കുന്നതിന് ആനുപാതികമായിട്ടാണ് കൊയ്യുന്നത്. 2 കൊരിന്ത്യർ 9:6 കൂടി ഒന്ന് എഴുതിയിട്ടുള്ളൂ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായിട്ട് കൊയ്യും. അപ്പോൾ അവിടെ ആ വിത എന്ന് പറയുന്നത് ശരിക്കും കർത്താവിന് വേണ്ടി പണം വേർതിരിച്ച് ചിലവാക്കുന്ന വിതയാണ്. അപ്പോൾ അവിടെ ഒരാൾ ലോഭമായിട്ടാണ് വിതയ്ക്കുന്നതെങ്കിൽ കൊയ്ത്തും എങ്ങനെയായിരിക്കും? ലോഭമായിട്ടായിരിക്കും. ധാരാളമായിട്ടാണ് വിതയ്ക്കുന്നതെങ്കിൽ ധാരാളം കൊയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് സമ്പത്തിൻ്റെ വിനിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ വലിയ സത്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. അപ്പോൾ ഞാനൊരു 5 തലങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വിഭജിച്ചാൽ വേറെ പല തലങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് അങ്ങനെ ധ്യാനിക്കുന്നത് നല്ലതാണ്. കാരണം ഈ മേഖലയിലാണ് വ്യാപകമായും അവിശ്വസ്തത വരുന്നത്. ഈ മേഖല എന്ന് പറഞ്ഞാൽ വല്ലാതെ അപകടം പിടിച്ചതായൊരു മേഖലയാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാണ്. ഭയങ്കര അപകടം പിടിച്ചതായൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മേഖലയിൽ വളരെ സൂക്ഷ്മത പുലർത്താൻ ആവശ്യമുള്ളവരാണ്. ഈ വലിയ സത്യം അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് സഭാംഗങ്ങളായ നമ്മൾ ചിന്തിച്ച മേഖലകളിലെല്ലാം വിശ്വസ്തരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കണം. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ 2 വാക്യങ്ങൾ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി നമ്മുടെ ഈ ധ്യാനം ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്നുവരെയാണ് വിശ്വസ്തരായിരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യം ചിന്തിച്ചപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ സഭകൾക്കുള്ള ദൂതിൽപ്പെട്ടൊരു വാക്യം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കി പോകാം എന്ന് ഞാൻ കരുതുകയാണ്. ജീവിതത്തിൻ്റെ നല്ല കാലത്തുമൊക്കെ വിശ്വസ്തയോടുകൂടിയൊക്കെ ജീവിച്ചു. ചില ജീവിത സായാഹ്നത്തിൽ വരുമ്പോൾ അത് നഷ്ടപ്പെടുത്തും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലല്ലോ, പടിക്കൽ കൊണ്ടുപോയി കലം ഉടച്ച് കളയും, അവിടം വരെയൊക്കെ കൊണ്ടുപോകും. പിന്നെ ഒടുവിൽ വരുമ്പോൾ അതെല്ലാം വളരെ ചെറിയൊരു സംഭവത്തിൽ ചിലപ്പോൾ നശിപ്പിച്ച് കളയുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് ഈ വെളിപ്പാട് 2:10 ആ പ്രബോധനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യം എല്ലാവരും മനഃപ്പാഠം പഠിച്ചിരുന്നാൽ നല്ലതാണ്. വെളിപ്പാട് 2:10 വാക്യം.
അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നതായ കാര്യം എന്നുവരെ വിശ്വസ്തരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ്? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ചില ദേവദാസന്മാരൊക്കെ സ്നാനം നടത്തിയിട്ട് ഈ വാക്കും കൂടെ പറഞ്ഞ് സ്നാനാർത്ഥിയെ കയറ്റിവിടാറുണ്ട്. നല്ലതാണത്. കാരണം എന്നുവരെ വിശ്വസ്തരായിരിക്കണം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അതൊരു വലിയ ദൂതാണ്. ഈ വാക്യത്തിൽ നിന്ന് അടർത്തിയെടുത്താലും ആ ദൂതിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസ്തത സൂക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ജീവൻ വരെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതിന് താഴെയുള്ള കാര്യം കൊടുക്കേണ്ടതായി വരേണ്ടത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും അധികം വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ജീവൻ കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ കൊടുക്കേണ്ടി വന്നാലും എന്തു ചെയ്യണം? വിശ്വസ്തത കൈവിടരുത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മുടെ കർത്താവ് ഈ സഭയ്ക്ക് കൊടുക്കുന്നത്. ഈ വാക്യം ഏത് സഭയ്ക്കുള്ള ദൂതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സ്മുർന്നയിലെ സഭയ്ക്കുള്ളതായ ദൂതാണ്. അപ്പോൾ ആ സഭയുടെ ചില പ്രത്യേകത നമുക്കിവിടെ ഒന്ന് ഓർത്ത് പോകുന്നത് നല്ലതാണ്. ഈ വാക്യത്തിൽ നിന്നൊരു 3 വാക്കുകൾ ഞാനൊന്ന് എടുത്തു പറയുകയാണ്. ഒന്ന്, സഹിപ്പാനുള്ളത്. സ്മുർന്ന സഭ എങ്ങനെയാണ് ജയിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: സഹനത്തിൻ്റെ പാതയിലാണ് ജയിച്ചത്. അല്ലാണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ചില ആളുകൾ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവർ തോൽക്കാതെ പോയി എന്ന് വരാം. പക്ഷെ ഇവർക്ക് പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി സഹനം ആവശ്യമായിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്നൊരു വാക്യമുണ്ടല്ലോ, 2 തിമോഥെയോസ് 2:11 വാക്യം ഓർക്കണ്ടോ? സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ആ വാക്യത്തിന് ഒത്തിരി വിശാലമായ അർത്ഥമുണ്ട്. കർത്താവിന് വേണ്ടി സഹിക്കുന്നവരാണ് കർത്താവിൻ്റെ വാഴ്ചയിൽ പങ്കാളികളായിട്ട് തീരുന്നത്. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. കർത്താവിൻ്റെ വചനം അധികം പ്രസംഗിക്കുന്നവരാണ് പങ്കാളികളായി തീരുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാനുള്ളതായ സാധ്യത ഉണ്ട്. അവർക്കും പങ്കാളിത്തം കാണുമായിരിക്കാം. പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, ആ നാമത്തിൻ്റെ മഹത്വം സൂക്ഷിക്കേണ്ടതിനു വേണ്ടി എന്തും സഹിക്കാനുള്ളതായ സമർപ്പണം നമുക്ക് ഉണ്ടായിരിക്കണം. സഹനത്തിൻ്റെ പാതയിൽ നമുക്ക് ജയാളികളായിട്ട് തീരുവാൻ സാധിക്കുകയുള്ളൂ. ഈ വചനത്തിന് ഈ ലോക ജീവിതത്തിലും പ്രസക്തിയുണ്ട്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഒരു വീട്ടിലുള്ള ആളുകൾ സഹിക്കാൻ ഒരുക്കമാണെങ്കിൽ അവർക്ക് കുടുംബമായിട്ട് ജീവിക്കാം. സഹിക്കാൻ ഒരുക്കമാണെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കാം. ചില ആൾ സഹിക്കാൻ ഒരുക്കമല്ലാത്തതുകൊണ്ട് കുടുംബം പോലും നശിപ്പിച്ച് പോകുന്ന ഒത്തിരി ആളുകളെ നമ്മൾ ഈ കാലത്ത് കാണാൻ, സഹിച്ചു മടുത്തു, ഇനിയൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നവർ ഉണ്ട്. അതെന്ത് വലിയ നഷ്ടമാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു സ്ഥാപനത്തിലാക്കുമ്പോൾ അവിടെ കൂടെ വാഴാൻ സാധിക്കണം എന്ന് വരികിലും സഹിച്ചേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കൂടെ വാഴാൻ പറ്റില്ല. ഓരോരുത്തർ പോയി അവരവരായിട്ട് വാഴും. അത് വാഴ്ചയല്ല, അത് വലിയ വീഴ്ചയാണ്.
വീഴ്ചയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. അതെപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവർക്ക് സഹനമുണ്ടായിരുന്നു. അടുത്ത വാക്കോടെ ഞാനൊന്ന് പറയാം, ബാക്കി പിന്നെ പറയാം എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, ഇവരെ തടവിലാക്കി പരീക്ഷിക്കുന്ന കാര്യം നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ എവിടെയാക്കാൻ പോവുകയാണ്? തടവിലാക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ തടവിലാക്കി പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തടവിലാക്കുമ്പോൾ പരീക്ഷിക്കാനായിട്ട് തടവിലാക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞകാല ക്രിസ്തീയ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ തടവറകളിലാക്കി വിശ്വാസം ത്യജിക്കുകയാണെങ്കിൽ അവരെ സ്വതന്ത്രമായിട്ട് വിടും. വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തടവറയുടെ കാഠിന്യവും കൂട്ടും. അപ്പോൾ അങ്ങനെ എത്രയോ ഭക്തന്മാർ ഈ പരീക്ഷയുടെ മുമ്പിൽ ജയാളികളായിട്ട് ജീവിച്ചിട്ടുണ്ട്. എത്രയോ ഭക്തന്മാർ തടവറയ്ക്കുള്ളിൽ അവരുടെ ജീവിതം തീരുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. കാരണം അവർ തടവറയിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചില്ല. കാരണം കർത്താവിനോട് വിശ്വസ്തനായിരിക്കേണ്ടതിന് വേണ്ടി മരണപര്യന്തം വിശ്വസ്ത സൂക്ഷിക്കാനുള്ളതായ ആഴമേറിയ സമർപ്പണം സൂക്ഷിച്ചിട്ടുള്ള അനേക ഭക്തന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ തടവറ, ജയിൽ എന്നൊക്കെ ഉള്ളത് പരീക്ഷയുടെ ഒരു വേദിയാണ്. വിശ്വാസം തള്ളിപ്പറഞ്ഞ് സ്വതന്ത്രമായിട്ട് ഇറങ്ങിപ്പോന്നിട്ടുള്ളതായ ആളുകളുമുണ്ട്. അവർ നമുക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ്. പക്ഷേ നമുക്ക് മാതൃക ആരാണ്? അവിടെ പരീക്ഷയെ ജയിച്ച് കർത്താവിനുള്ള വിശ്വസ്ത സൂക്ഷിച്ച് ആ തടവറയുടെ കാഠിന്യം ഏറ്റെടുത്ത ഭക്തന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വലിയ ഉൾക്കാഴ്ചയോടുകൂടി ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ വാക്കുകൂടി പറഞ്ഞ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ അത് ചുരുക്കമായി വിശദീകരിക്കാം. ഒന്നും ഒരു വിശദീകരണം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. എത്ര ദിവസം ഉപദ്രവം ഉണ്ടാകുന്ന പറയണത്? 10 ദിവസം. അപ്പോൾ മൂന്നാമത്തെ വാക്കതാണ് ഉപദ്രവം ഉണ്ടാകും. വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ആർക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താ? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകും. ഭക്തിയുടെ മൂല്യങ്ങളെ വിടാനൊരുക്കമുള്ളവർക്ക് വലിയ ഉപദ്രവം ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ ഉപദ്രവം എന്നൊക്കെ പറയുന്നത് അതൊരു ശാപമായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് ജയാളികൾ രൂപപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. പരീക്ഷ ഉണ്ടെങ്കിലേ വിജയമുള്ളൂ, അല്ലേ? പരീക്ഷ ഉണ്ടെങ്കിൽ വിജയമുണ്ട്. അതുകൊണ്ട് വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് സ്മുർന്നയിലെ സഭയായിരുന്നത്. പക്ഷേ അവർ അവിടെ വിശ്വസ്തത സൂക്ഷിച്ച് സഭയായി തന്നെ ജയാളികളായിട്ട് ജീവിച്ചു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്കും മരണപര്യന്തം വിശ്വസ്തരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കാൻ ദൈവാത്മാവ് കൃപ നൽകട്ടെ. ഈ ആലോചന അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.